ബീഹാറിലെ സരൺ ജില്ലയിലെ ചപ്ര ജയിലിനുള്ളിൽ 1200ഓളം തടവുകാർ സായുധ കലാപം അഴിച്ചുവിട്ടപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അസാമാന്യ ധീരത പ്രകടമാക്കിയ ഒരു IPS ഓഫീസറുടെയും സംഘത്തിന്റെയും കഥ വീണ്ടും ചർച്ചയാകുന്നു. 2002 മാർച്ച് 28-ന് 5 കുപ്രസിദ്ധ കുറ്റവാളികളെ മറ്റു ജയിലുകളിലേക്ക് മാറ്റാനുള്ള അധികൃതരുടെ തീരുമാനമാണ് കലാപത്തിന് തിരികൊളുത്തിയത്. ഇതോടെ രോഷാകുലരായ തടവുകാർ ജയിൽ ജീവനക്കാരെ ആക്രമിക്കുകയും ജയിലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ജയിലിന്റെ പ്രധാന കവാടത്തിന് പിന്നിൽ ഗ്യാസ് സിലിണ്ടറുകൾ നിരത്തിവെച്ച് അവരൊരു ഫയർ ബോംബ് സജ്ജമാക്കി. പുറത്തുനിന്ന് ആരെങ്കിലും അകത്ത് കടക്കാൻ ശ്രമിച്ചാൽ ജയിൽ തകർക്കുമെന്നായിരുന്നു ഭീഷണി. 3 ദിവസത്തെ സ്തംഭനാവസ്ഥ. 3 ദിവസത്തോളം ജയിൽ തടവുകാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ജയിലിനു ചുറ്റുമുള്ള മരങ്ങളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും നിലയുറപ്പിച്ച തടവുകാർ സമീപത്തേക്ക് വരുന്നവർക്ക് നേരെ കല്ലുകളും നാടൻ ബോംബുകളും എറിഞ്ഞു. ജയിലിലെ വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചിട്ടും കീഴടങ്ങാൻ അവർ തയ്യാറായില്ല. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ മാർച്ച് 30-ന് ജയിൽ പിരിച്ചുവിടാൻ അന്നത്തെ സരൺ SP കുന്ദൻ കൃഷ്ണന് സർക്കാർ നിർദ്ദേശം നൽകി. സാധാരണഗതിയിൽ വലിയൊരു പോലീസ് സംഘം ഒന്നിച്ച് നീങ്ങേണ്ടിടത്ത് കുന്ദൻ കൃഷ്ണൻ തെരഞ്ഞെടുത്തത് തികച്ചും വ്യത്യസ്തവും അപകടകരവുമായ ഒരു മാർഗമായിരുന്നു. സുരക്ഷാ പ്രോട്ടോകോളുകൾ മാറ്റിവെച്ച് തന്റെ അംഗരക്ഷകൻ ജിതേന്ദ്ര സിംഗ്, SHO അർജുൻ ലാൽ എന്നിവർക്കൊപ്പം അദ്ദേഹം ജയിലിന്റെ മതിലിൽ ഏണി വെച്ച് മുകളിൽ കയറി ഭരണവിഭാഗം കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാടി. തടവുകാരുടെ നടുവിലേക്ക് തോക്കുധാരികളായി നീങ്ങിയ ഈ 3 പേർ കവാടത്തിൽ തടസ്സമായി വെച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഓരോന്നോരോന്നായി എടുത്തുമാറ്റി. ഇത് പുറത്ത് കാത്തുനിന്ന പോലീസ് സംഘത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കി. തുടർന്ന് നടന്ന 4 മണിക്കൂർ നീണ്ട കടുത്ത നിയന്ത്രണം തിരിച്ചുപിടിച്ചു. പോരാട്ടത്തിനൊടുവിൽ പോലീസിന് ജയിലിൽ കണ്ണീർവാതകവും ഗ്രനേഡുകളും പ്രയോഗിക്കേണ്ടി വന്ന ഈ ദൗത്യത്തിനിടയിൽ 4 തടവുകാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുന്ദൻ കൃഷ്ണന്റെ വിരലിന് ഏറുകൊണ്ട് പരിക്കേറ്റു. ഈ അസാമാന്യ ധീരതയ്ക്ക് കുന്ദൻ കൃഷ്ണൻ, ജിതേന്ദ്ര സിംഗ്, അർജുൻ ലാൽ എന്നിവർക്ക് പിന്നീട് ഗാലൻട്രി മെഡൽ നൽകി രാജ്യം ആദരിച്ചു. തോക്കിൻ മുന്നിൽ നിൽക്കുമ്പോഴും പതറാതെ എടുത്ത ആ തീരുമാനം ഒരു വലിയ ജയിൽ ചാട്ടം ഒഴിവാക്കാൻ സഹായിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.